ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇവൻ്റ് ഉണ്ട്. വേറെ ആരുടെയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്വന്തം ചേച്ചിയല്ല, കസിൻ ചേച്ചിയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡെക്കറാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ബലൂൺസിന് വേണ്ടി കെട്ടാൻ വേണ്ടിയുള്ള ത്രെഡ് വാങ്ങണമായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് അവിടെ ചെന്ന് നമ്മൾ പണി തുടങ്ങിയതാ ഇത്രയൊക്കെ ആയപ്പോൾ അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവനും കൂടെ നിന്ന് ഹെൽപ്പാക്കി നമ്മൾ ഒരു പണിയൊക്കെ ചെയ്തതിന് ശേഷം വാപ്പ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അവനും കൂടെ നിന്ന് എന്തൊക്കെയോ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനിനി എത്ര ഇതാണെന്നുണ്ടെങ്കിലും അവൻ എന്നെ ഹെൽപ്പാക്കും ഗൈസ്. ഞാനവനെ പൊക്കിയടിക്കുകയൊന്നും അല്ല, എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. ഹെലിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എനിക്കതൊക്കെ പോയി മേടിച്ചുകൊണ്ട് തരുന്ന അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ഇതിങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഒന്ന് പുറത്തോട്ട് പോയി. ഇതിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സംഭവം അക്രലിക്കിൻ്റെ ഹാങ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് അവനും പറ്റത്തില്ല. ആ ഒരു ഫ്ലവറിൻ്റെയും ബലൂണിൻ്റെ ഇടയ്ക്ക് ആ വൈറ്റ് ക്ലോത്തിൽ. പക്ഷേ അത് പിന്നെ വാപ്പ വന്നിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ അവൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അവയുടെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അവൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഗൈസ് എനിക്ക് പണി നടക്കുന്നത്. ഇനി കുറച്ച് ബോക്സസും ഹാമ്പേഴ്സും ഒക്കെ നോക്കാൻ വേണ്ടി കടയിൽ പോകണം. അപ്പോൾ നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പിളിയാൻ്റിയുടെ കൂടെ കടയിൽ പോകണമായിരുന്നു സാരി എടുക്കാൻ വേണ്ടി. ചേച്ചി ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് പോയത് പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ ആണ്. പക്ഷേ അന്ന് അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഈ സാരി സെക്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ പടച്ചോനെ അവിടെ ഫുൾ സാരി മാത്രമേ ഉള്ളൂ. പിന്നെ സാരി ഒരു 3 സാരിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ താഴോട്ടൊക്കെ വന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കണമെന്ന് തന്നെ ഒരു ഐഡിയയും കാണത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് മൃതകണ്ട ഒരു വീഡിയോ മസ്റ്റാണല്ലോ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരേ സാധനങ്ങൾ മേടിപ്പിച്ച് അമ്പിളിയാൻ്റെ അതിലെല്ലാം വീണ് നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വർക്കിൻ്റെ കടയിലോട്ട് വന്നു. അമ്പിളിയാൻ്റെ തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അമ്പിളിയാൻ്റെ അങ്ങ് പോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ച് നോക്കി. പിന്നെയാണ് ഞാൻ അറിയുന്നത് 2-3 സാരിയും കൂടെ അതി വെക്കേണ്ട, ഒറ്റ സാരി ആ മുകളിൽ കാണുന്ന ബ്ലൂ സാരി മാത്രം ബോക്സിൽ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ആന്ധ്രയിലോട്ട് കൊറിയർ ആക്കണ്ടായിരുന്നു. ഭയങ്കര മിനിമലായിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ പക്ഷേ 3 സാരിയും വെക്കണമെന്ന് ശേഷം അങ്ങനെയല്ല. ഇതിൽ 2 സാരി ആ ചേട്ടൻ്റെ അമ്മമ്മമാർക്കും പിന്നെ 1 അമ്മയ്ക്കും. അപ്പം 1 വെച്ചാൽ മതി. പിന്നെ ആ ഉള്ള ഐറ്റംസ് എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ബോക്സ് ക്യൂട്ടായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടം. ക്യൂട്ടല്ല, നല്ലൊരു എലഗൻ ലുക്കുണ്ട്. അപ്പോൾ ഇതിലൊരു വർക്കിന് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നോട്ടിട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തന്നെ പോയി ഡയറക്റ്റ് പർച്ചേസ് ആക്കണം. എല്ലാ കസ്റ്റമേഴ്സും ഒരേപോലെ ആയിരിക്കില്ല. അവർക്ക് വന്ന് ഡയറക്റ്റ് മേടിച്ച് തരാനൊന്നും പറ്റിയിരിക്കണമെന്നില്ലല്ലോ. പിന്നെ കൊറിയർ ആക്കാൻ അപ്പം അവർക്ക് വേണ്ട കസ്റ്റമൈസേഷൻ അനുസരിച്ച് നമ്മൾ തന്നെ പോയി എല്ലാ ഐറ്റംസും എടുത്ത് ഒരു വഴിയാവും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 3 മണിക്ക് അവിടെ കയറിയത്. ഞാൻ ഇറങ്ങിയ 3:30 കയറിയാൽ ഞാൻ ഇറങ്ങിയപ്പം ഈ ടൈം 7 മണിയായി ഗൈസ്. അത്രയും താമസിക്കും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ വാപ്പായെ വിളിച്ച് വാപ്പ വന്ന് പിന്നെ ഐഷാക്ക് സ്കൂളിൽ കൊണ്ടുപോയി ലഞ്ച് ബോക്സും മേടിച്ച് പിന്നെ തിരിച്ചറിയപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, അടുത്ത വീഡിയോ കാണാം.